ഉണ്ണീശോയോടുള്ള നൊവേന ഡിസംബർ 12. മനുഷ്യവംശത്തോടുള്ള സ്നേഹത്താൽ സ്വന്തം പുത്രനെ ഞങ്ങൾക്ക് വഴികാട്ടിയും രക്ഷകനും നാഥനുമായി നൽകിയ കാരുണ്യവാനായ പിതാവേ, അപമാനത്തിൻ്റെ അടയാളമായിരുന്ന കുരിശിനെ മഹത്വത്തിൻ്റെ പ്രതീകമായി അങ്ങ് ഉയർത്തിയല്ലോ. സമാധാനവും സഹായവും കാണാതെ ജീവിതക്ലേശങ്ങളിൽപ്പെട്ട് വലയുന്ന ഞങ്ങളുടെ ദുഃഖദുരിതങ്ങളാകുന്ന കുരിശുകളെ അങ്ങേ കൃപാകടാക്ഷത്താൽ രക്ഷാകരമാക്കി തീർക്കണമേ. അന്തിമ നിമിഷത്തിൽ ഞങ്ങളുടെ രക്ഷയുടെ അടയാളമായ വിശുദ്ധ കുരിശിനെ സ്നേഹപൂർവ്വം ചുംബിച്ചുകൊണ്ട് ഈ ലോക ജീവിതം അവസാനിപ്പിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. ഇപ്പോൾ അങ്ങേ സന്നിധിയിൽ വിനീതരായി നിൽക്കുന്ന അങ്ങേ മക്കളായ ഞങ്ങളുടെ പ്രാർത്ഥനകൾ കരുണയോടെ സ്വീകരിച്ചരുളണമേ. ഈശോ മിശിഹായെ, ഞങ്ങൾ അങ്ങയെ കുമ്പിട്ടാരാധിച്ച് അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശാൽ ലോകത്തെ അങ്ങ് വീണ്ടും രക്ഷിച്ചു. കർത്താവിന് കീർത്തനം പാടുവിൻ, എന്തെന്നാൽ അവിടുന്ന് സ്നേഹനിധിയാകുന്നു. കർത്താവിന് കീർത്തനം പാടുവിൻ, എന്തെന്നാൽ അവിടുന്ന് സ്നേഹനിധിയാകുന്നു. കർത്താവ് വലിയവനും ശക്തനുമാകുന്നു, അവിടുത്തെ വിജ്ഞാനം അഗാധമാകുന്നു. കർത്താവിന് കീർത്തനം പാടുവിൻ, എന്തെന്നാൽ അവിടുന്ന് സ്നേഹനിധിയാകുന്നു. തകർന്ന ഹൃദയങ്ങളെ അവിടുന്ന് സുഖപ്പെടുത്തുന്നു, അവരുടെ മുറിവുകൾ വെച്ചുകെട്ടുന്നു. കർത്താവിന് കീർത്തനം പാടുവിൻ, എന്തെന്നാൽ അവിടുന്ന് സ്നേഹനിധിയാകുന്നു. അലയുന്ന മൃഗങ്ങൾക്കും കരയുന്ന പക്ഷികൾക്കും അവിടുന്ന് ആഹാരം നൽകുന്നു. കർത്താവിന് കീർത്തനം പാടുവിൻ, എന്തെന്നാൽ അവിടുന്ന് സ്നേഹനിധിയാകുന്നു. ബന്ധിതരെ മോചിപ്പിക്കുകയും അനാഥരെ സംരക്ഷിക്കുകയും ചെയ്യുന്നു. കർത്താവിന് കീർത്തനം പാടുവിൻ, എന്തെന്നാൽ അവിടുന്ന് സ്നേഹനിധിയാകുന്നു. വീഴുന്നവരെ കർത്താവ് താങ്ങുന്നു, വീണവരെ കൈപിടിച്ചെഴുന്നേൽപ്പിക്കുകയും ചെയ്യുന്നു. കർത്താവിന് കീർത്തനം പാടുവിൻ, എന്തെന്നാൽ അവിടുന്ന് സ്നേഹനിധിയാകുന്നു. എല്ലാവരുടെയും ദൃഷ്ടികൾ പ്രത്യാശാപൂർവ്വം അങ്ങയെ കാത്തിരിക്കുന്നു. അങ്ങ് കൈ തുറന്ന് അവരെയെല്ലാം സംതൃപ്തരാക്കുന്നു. കർത്താവിന് കീർത്തനം പാടുവിൻ, എന്തെന്നാൽ അവിടുന്ന് സ്നേഹനിധിയാകുന്നു. ആത്മാർത്ഥതയോടെ തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. തൻ്റെ ഭക്തരുടെ അഭിലാഷം അവിടുന്ന് നിറവേറ്റി കൊടുക്കുന്നു. കർത്താവിന് കീർത്തനം പാടുവിൻ, എന്തെന്നാൽ അവിടുന്ന് സ്നേഹനിധിയാകുന്നു. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം. പിതാവിൽ നിന്ന് നാം സ്വീകരിച്ച കൽപ്പനയ്ക്കനുസൃതമായി നിന്റെ മക്കളിൽ ചിലർ സത്യത്തിൽ വ്യാപരിക്കുന്നത് കണ്ട് ഞാൻ അത്യധികം സന്തോഷിച്ചു. അല്ലയോ മഹതി, ഞാൻ നിന്നോട് അഭ്യർത്ഥിക്കുന്നു, ഒരു പുതിയ കൽപ്പനയായിട്ടല്ല, ആരംഭം മുതലേ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഒന്നായിട്ടാണ് ഞാൻ ഇതെഴുതുന്നത്. നാം പരസ്പരം സ്നേഹിക്കണം. ഇതാണ് സ്നേഹം, നാം അവിടുത്തെ കൽപ്പനകളനുസരിച്ച് നടക്കുക. കൽപ്പനയാകട്ടെ, ആരംഭം മുതലേ നിങ്ങൾ ശ്രവിച്ചിരിക്കുന്നത് പോലെ സ്നേഹത്തിൽ വ്യാപരിക്കുക എന്നതും. വളരെയധികം വഞ്ചകർ ലോകത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. യേശുക്രിസ്തു മനുഷ്യ ശരീരം ധരിച്ചു വന്നു എന്ന് സമ്മതിക്കാത്തവരാണ് അവർ. ഇങ്ങനെയുള്ളവനാണ് വഞ്ചകനും അന്ത്യക്രിസ്തുവും. ഞങ്ങളുടെ അധ്വാന ഫലം നിങ്ങൾ നഷ്ടമാക്കാതെ അത് പൂർണ്ണമായി നേടാൻ ശ്രദ്ധിക്കുവിൻ. ക്രിസ്തുവിൻ്റെ പ്രബോധനത്തിൽ നിലനിൽക്കാതെ അതിനെ അതിലംഘിച്ച് മുന്നോട്ട് പോകുന്ന ഒരുവന് ദൈവമില്ല. അവൻ്റെ പ്രബോധനത്തിൽ നിലനിൽക്കുന്നവന് പിതാവും പുത്രനുമുണ്ട്. പ്രസ്തുത പ്രബോധനവുമായിട്ടല്ലാതെ ആരെങ്കിലും നിങ്ങളെ സമീപിച്ചാൽ അവനെ നിങ്ങൾ വീട്ടിൽ സ്വീകരിക്കുകയോ അഭിവാദനം ചെയ്യുകയോ അരുത്. എന്തെന്നാൽ അവനെ അഭിവാദനം ചെയ്യുന്നവൻ അവൻ്റെ ദുഷ്ടപ്രവൃത്തികളിൽ പങ്കുചേരുകയാണ്. ഇനി വളരെ കാര്യങ്ങൾ നിങ്ങൾക്ക് എഴുതാനുണ്ട്, എങ്കിലും അതിനു കടലാസും മഷിയും ഉപയോഗിക്കാൻ എനിക്ക് താല്പര്യമില്ല. എന്നാൽ നമ്മുടെ ആനന്ദം പൂർണ്ണമാകുന്നതിനു വേണ്ടി നിങ്ങളുടെ അടുത്ത് വന്നു മുഖാഭിമുഖം സംസാരിക്കാമെന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. എൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട സഹോദരിയുടെ മക്കൾ നിന്നെ അഭിവാദനം ചെയ്യുന്നു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. നമുക്കെല്ലാവർക്കും ഭക്തിയോടും പ്രതീക്ഷയോടും കൂടെ കർത്താവെ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് അപേക്ഷിക്കാം. കർത്താവെ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. അങ്ങേ ജനങ്ങളുടെ ആത്മീയ അന്ധകാരം നീക്കുവാൻ കുരിശിൻ്റെ പ്രകാശം കൊണ്ട് ലോകത്തിൽ വെളിച്ചം പരത്തിയ കർത്താവെ, ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കുകയും മനസ്സിനെ ശക്തിപ്പെടുത്തുകയും നിർമ്മല മനസാക്ഷിയോടും കൂടി ജീവിക്കുവാൻ അനുഗ്രഹിക്കുകയും ചെയ്യണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ.
കുരിശിൻ്റെ അടയാളത്താൽ നിങ്ങൾ വിജയം വരിക്കുമെന്ന് അരുൾ ചെയ്ത കർത്താവേ, അങ്ങയുടെ വിശുദ്ധ കുരിശിൽ അഭയം തേടുന്ന ഞങ്ങളുടെ പരിശ്രമങ്ങളെ വിജയിപ്പിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നിങ്ങളുടെ ദുഃഖങ്ങൾ സന്തോഷമായി മാറുമെന്ന് ശിഷ്യന്മാരെ ആശ്വസിപ്പിച്ച കർത്താവേ, ദാരിദ്ര്യത്താലും രോഗത്താലും വലയുന്നവരും പലവിധ ക്ലേശങ്ങൾ അനുഭവിക്കുന്നവരുമായ ഞങ്ങളെയും ഞങ്ങളുടെ സഹോദരരെയും ആശ്വസിപ്പിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. അങ്ങയുടെ അരൂപിയാൽ ശിലാഹൃദയത്തെ പോലും മൃദുലമാക്കുമെന്ന് അരുൾ ചെയ്ത കർത്താവേ, സ്വാർത്ഥമായി മാത്രം ചിന്തിക്കുകയും കുടുംബസമാധാനം തകർക്കുകയും ചെയ്യുന്നവരിൽ അങ്ങയുടെ കാരുണ്യം വർഷിക്കണമെന്നും അവരുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കുകയും അങ്ങയുടെ സ്നേഹചൈതന്യം അവർക്ക് നൽകുകയും ചെയ്യണമെന്നും അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. അങ്ങയെ കുരിശിൻ ചുവട്ടിൽ നിലകൊണ്ട വ്യാകുലയായ മാതാവിൻ്റെ യോഗ്യതകളെ ഓർത്ത് ഞങ്ങൾ കേണപേക്ഷിക്കുന്ന ഈ പ്രത്യേക അനുഗ്രഹം തന്നരുളണമെന്ന് വിശ്വാസത്തോടു കൂടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നമ്മളുടെ ഉദ്ദിഷ്ടകാര്യം എന്താണോ അതിവിടെ അനുസ്മരിക്കുക. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, അങ്ങേക്ക് അസാധ്യമായി യാതൊന്നുമില്ല എന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. അങ്ങയുടെ നിരന്തരമായ പരിപാലനവും അനുഗ്രഹവും ഞങ്ങൾക്ക് നൽകണമേ. വഴിതെറ്റിപ്പോയവരെ അങ്ങ് നേർവഴിക്ക് നടത്തണമേ. പാപികൾക്ക് പശ്ചാത്താപവും മരിച്ചവർക്ക് സ്വർഗഭാഗ്യവും നീതിമാന്മാർക്ക് സന്തോഷവും പ്രദാനം ചെയ്യണമേ. പ്രത്യാശാപൂർവം അങ്ങേ സന്നിധിയിൽ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥനകൾ ദയയോടെ കേട്ടരുളണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിക്കാം. സർവശക്തനും കാരുണ്യവാനുമായ ദൈവമേ, അങ്ങേ തിരുക്കൽപ്പനകൾ അനുസരിച്ചിരുന്നപ്പോഴെല്ലാം ഇസ്രായേൽ മക്കളെ അങ്ങ് അനുഗ്രഹിക്കുകയും സത്യമാർഗത്തിൽ നിന്ന് വ്യതിചലിച്ച് ദുർമാർഗത്തിൽ ചരിച്ചപ്പോഴെല്ലാം അങ്ങയുടെ അനുഗ്രഹത്തിൻ്റെ വലങ്കൈ അവരിൽ നിന്നും പിൻവലിക്കുകയും ചെയ്തുവല്ലോ. അങ്ങേ പ്രമാണങ്ങളനുസരിച്ച് പാപമാർഗത്തിൽ നിന്ന് പിന്തിരിയുവാനും അങ്ങനെ അങ്ങയുടെ അനുഗ്രഹത്തിന് അർഹരാകുവാനും ഞങ്ങൾക്ക് കൃപ ചെയ്യണമേ. ആമേൻ.